നമസ്കാരം. രാജ്യത്ത് പ്രമേഹ രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. പ്രമേഹ രോഗം കൊണ്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് അവരുടെ കാൽപാദം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ടാകാറുണ്ട്. എന്നാൽ ഈ കാൽപാദം മുറിച്ചു മാറ്റുന്നതിലൂടെ ചില ആളുകൾ വലിയ അപകടത്തിലേക്ക് പോകും. അത്തരത്തിലൊരു വിഷയത്തെക്കുറിച്ചാണ് കൊച്ചി ലൈഫ് ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ലങ്സ് ക്യാൻസർ ബാധിച്ച് ചില ആളുകൾ മരിക്കാറുണ്ട്. തൊട്ടടുത്താണ് ഈ കാൽപാദം മുറിച്ച ആളുകളുടെ മരണസാധ്യത, അതിന്റെ തൊട്ട് ചുവടെ നിൽക്കുന്നു എന്നുള്ളതാണ് ലൈഫ് ഷോർ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് പറയുന്നത്. എന്തായാലും 100ഓളം ആളുകളുടെ, ഇതിനോടകം രാജ്യത്ത് ആദ്യമായിട്ടാണ് 100ഓളം ആളുകളുടെ കാൽപാദം മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അത് മുറിച്ചു മാറ്റാതെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ചില സംഭവങ്ങളെ കുറിച്ചാണ് കൊച്ചി ലൈഫ് ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവർ പറയുന്ന ആ ഒരു വീഡിയോ ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് കാണിക്കാം. പ്രമേഹം ബാധിച്ച ആൾക്കാർ പലപ്പോഴും നമ്മൾ പഴയ കാലത്തൊക്കെ കണ്ടിരിക്കുന്നത് കാൽപാദം അങ്ങോട്ട് മുറിച്ച് മാറ്റുക, അല്ലെങ്കിൽ മുട്ടിനെ താഴെ വെച്ച് മാറ്റുക. അവരുടെ ജീവൻ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചികിത്സയാണ് നമ്മൾ കണ്ടിരുന്നതും കേട്ടിരുന്നതും. അത് കാലക്രമേണ അത് മാറി മാറി പുതിയ ടെക്നോളജിയും റിസർച്ചും കൊണ്ട് നമ്മളത് മാറ്റി മുറിച്ചു മാറ്റാതെയുള്ള ചികിത്സക്കുള്ള ഒരു പരിപാടിയാണ് നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു 100 എണ്ണം വിജയകരമായി നടത്തിയ ഒരു സംഭവം നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഈ പത്രസമ്മേളനത്തിന്റെ ഉദ്ദേശം. India is now the second most largest diabetic population. Amputation ചെയ്താൽ ആള് മരിച്ചു പോകാനുള്ള റേറ്റ് is second to lung cancer. ഷാർക്കോട്ട് ഫുട്ട് എന്ന് പറഞ്ഞ ഒരു അസുഖം വന്നാൽ മുറിച്ച് കളഞ്ഞാൽ അവരുടെ വിസ ഫോർ ഡെത്ത് ഇൻ 5 years ടൈം ആണ് നമ്മൾ പാർഷ്യലി കൊടുക്കുന്നത്. 60 to 70% of the people die. Almost 80% die in 7 years. We get patients from all across India. Charcot footne we have been trying to save the limb. Till date we have done more than about 300 odd patients. 100 പേരെ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 100 പേരും ഓപ്പറേറ്റ് ചെയ്യേണ്ട അവസ്ഥ ബിക്കോസ് ദേ കെയിം ഇൻ ലേറ്റ്. ഏർലി സ്റ്റേജസിൽ വരുവാണെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാതെ രക്ഷപ്പെടുത്തിക്കാൻ പറ്റും. ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് വി ഹാഡ് ടു ഓപ്പറേറ്റ് ആൻഡ് ടിൽ ഡേറ്റ് ദൈവം സഹായിച്ച ഇതുവരെ 100 പേഷ്യൻസിന് ആരും മരിച്ചു പോയിട്ടില്ല. ഇതൊരു മൈൽ സ്റ്റോൺ പ്ലസ് അവയർനെസ് ക്യാമ്പയിൻ ബിക്കോസ് we all know talk about cancer, we do not talk about the misery of why patients are dying following a diabetic foot. ഏകദേശം 10% ആൾക്കാർക്കെങ്കിലും ഈ ഷാർക്കോട്ട് ഫുട്ട് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുമെന്നാണ് കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലൊക്കെ നടത്തിയിരിക്കുന്ന സ്റ്റഡികൾ സൂചിപ്പിക്കുന്നത്. 100 പേർക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിലൊരു 25 പേർക്കെങ്കിലും ഈ ഡയബറ്റിക് ഫുട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഡയബറ്റീസ് വരുമ്പോൾ തന്നെ നമ്മൾ അതിനൊരു അവയർനെസ് കൊടുക്കുകയാണ്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കണം. നല്ലൊരു ശതമാനം രോഗികൾക്ക് നമുക്ക് ഈ ആംപുട്ടേഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. സ്ക്രീനിങ് ടെസ്റ്റുകൾ പീരിയോഡിക്കലി ചെയ്യുക. എന്തെങ്കിലും ഇതിൻ്റെ സിംറ്റംസ് വല്ലതും കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടുക. It's important for us to focus on early diagnosis and the right treatment. And this is just not a number for us. We are actually making 100 patients, giving them the ability to walk, work, and live peacefully. So it's important that we give this particular disease its due importance and create that awareness among the public that, this can be treatable and curable if it is diagnosed early. So let's spread this awareness. So we have our commitment towards this cause and we would like your help in spreading the awareness for this. ഷാർക്കോട്ട് ഫുട്ട് റീകൺസ്ട്രക്റ്റീവ് ശസ്ത്രക്രിയകൾ പൂർത്തീകരിക്കുന്ന രാജ്യത്തെ ആദ്യ കേന്ദ്രമായി VPS ലൈഫ് ഷോർ ആശുപത്രിയിലെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഫുട്ട് ആൻഡ് ആംഗിൾ സർജറി ആൻഡ് പോഡിയാട്രി 2022 പ്രവർത്തനം ആരംഭിച്ച കേന്ദ്രമാണ്
ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ബുധനാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അഭിമാനകരമായ നേട്ടം ആശുപത്രി അധികൃതർ അറിയിച്ചത്. പ്രമേഹ രോഗികളിൽ കൃത്യമായ രോഗനിർണയമില്ലാതെ വന്നാൽ ഗുരുതരമായേക്കാവുന്ന രോഗാവസ്ഥയാണ് ഷാർക്കോട്ട് ഫുട്ട് എന്ന ആശുപത്രിയിലെ ഫുട്ട് ആൻഡ് ആംഗിൾ സർജറി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ രാജേഷ് സൈമൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ രോഗം കാൽപാദത്തിലെ അസ്ഥികളെയും സന്ധികളെയും ബാധിച്ച് അവയുടെ പ്രവർത്തനം തകരാറിലായേക്കാം. ഇതുമൂലം കാൽപാദത്തിന് വൈകല്യം, അസ്ഥിരത, അണുബാധ എന്നിവയുണ്ടാകുന്നു. സമയബന്ധിതമായി രോഗനിർണയവും ചികിത്സയും ലഭിച്ചില്ലെങ്കിൽ കാല് മുറിച്ചു മാറ്റേണ്ട സാഹചര്യം വരെ ഉണ്ടായേക്കാം. എന്നാൽ നേരത്തെയുള്ള രോഗനിർണയം, വിവിധ വിഭാഗങ്ങളുടെ സംയോജിപ്പിച്ചുള്ള ചികിത്സാരീതി, റീകൺസ്ട്രക്റ്റീവ് സർജറി എന്നിവയിലൂടെ പാദത്തിന്റെ ആരോഗ്യം വീണ്ടെടുത്ത് കാലിനെ സംരക്ഷിക്കാനും രോഗിയുടെ ചലനശേഷി മെച്ചപ്പെടുത്താനും സാധിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാല് മുറിച്ചു മാറ്റേണ്ടി വന്നാൽ പിൽക്കാലത്ത് രോഗിയുടെ ചലനശേഷിയെ അത് ഗുരുതരമായി ബാധിക്കും. ഇത് അകാല മരണസാധ്യത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏഷ്യൻ ഫെഡറേഷൻ ഓഫ് ഫുട്ട് ആൻഡ് ആംഗിൾ സർജൻസിന്റെ വൈസ് പ്രസിഡന്റാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ഡോക്ടർ രാജേഷ് സൈമൺ. കാലുകളെ സംരക്ഷിക്കുകയും രോഗിയുടെ ജീവൻ രക്ഷിക്കുകയുമാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഉയർന്ന അപകട സാധ്യതയുള്ള രോഗികളെ തിരിച്ചറിയാനും സങ്കീർണമായ പാദരോഗങ്ങൾ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും തങ്ങളുടെ കോംപ്ലക്സ് പോഡിയാട്രി ലാബോറട്ടറി സഹായിക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നു മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം സങ്കീർണമായ ഫുട്ട് ആൻഡ് ആംഗിൾ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി രോഗികൾ ഇവിടെ എത്തുന്നുണ്ട്. ഇന്ത്യയിൽ പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇതിനനുസരിച്ച് ഷാർക്കോട്ട് ഫുട്ട് തിരിച്ചറിയപ്പെടാതെ പോകുന്ന സ്ഥിതിയും കൂടി വരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാലിന്റെ താഴെയുള്ള ഭാഗം, ലോവർ ലിംബ് മുറിച്ചു മാറ്റുന്നതിനുള്ള ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നവരിൽ 50 മുതൽ 70% വരെ പേരുടെ ദീർഘകാല അതിജീവന സാധ്യത ഗണ്യമായി കുറയുന്നതായും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇവരുടെ ശരാശരി അതിജീവനകാലം 7 വർഷത്തോളമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ശ്വാസകോശ അർബുദവുമായി ബന്ധപ്പെട്ട മരണനിരക്കിന് തൊട്ടു താഴെയാണ് കാല് മുറിച്ചു മാറ്റലിന് ശേഷമുള്ള മരണനിരക്കെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാദങ്ങളിലെ സെൻസേഷൻ കുറയുന്നതിനാൽ പലപ്പോഴും പ്രമേഹ രോഗികൾക്ക് തങ്ങളുടെ കാലുകളിൽ ഉണ്ടാകുന്ന പരിക്കുകൾ തിരിച്ചറിയാൻ കഴിയാറില്ലെന്ന് ഫുട്ട് ആൻഡ് ആംഗിൾ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഡെന്നിസ് പി ജോസ് പറഞ്ഞു. അതിനാൽ ചെറിയ പരിക്കുകൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു. ഇതേ തുടർന്ന് അൾസർ, അണുബാധ എന്നിവയുണ്ടാകുന്നു. ഇത് ഒടുവിൽ എത്തിച്ചേരുന്നത് കാല് തന്നെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലായിരിക്കാം. എന്നാൽ വിശദമായ വാസ്കുലർ ന്യൂറോപ്പതിക് പരിശോധനകളിലൂടെ അപകട സാധ്യതയുള്ള രോഗികളെ നേരത്തെ തിരിച്ചറിയാനും തുടക്കത്തിൽ തന്നെ ചികിത്സ ആരംഭിക്കാനും കഴിയും. ഇതിലൂടെ രോഗമുക്തി നിരക്ക് ഗണ്യമായി മെച്ചപ്പെടുത്താനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാൽപാദം മുറിച്ചു മാറ്റുന്ന സ്ഥിതിയിലേക്ക് പോകേണ്ടി വരുന്ന പ്രമേഹ ബാധിതരെ അത് ഒഴിവാക്കി സുരക്ഷിതരാക്കാനുള്ള ആശുപത്രിയുടെ പ്രത്യേക ലക്ഷ്യത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്ന് മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള പറഞ്ഞു. സമയോചിതമായ ഇടപെടലുകളിലൂടെ നിരവധി രോഗികളെ ഇത്തരത്തിൽ രക്ഷപ്പെടുത്താൻ ഫുട്ട് ആൻഡ് ആംഗിൾ വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഫുട്ട് ആൻഡ് ആംഗിൾ സർജറി ആൻഡ് പോഡിയാട്രി വിഭാഗം VPS ലേക്ക് ഷോറിലേതാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള രോഗികൾ സങ്കീർണമായ ഫുട്ട് ആൻഡ് ആംഗിൾ രോഗങ്ങളുടെ ചികിത്സക്കായി ഇവിടെ എത്തുന്നുണ്ട്. മുൻകൂട്ടിയുള്ള രോഗനിർണയം, പ്രതിരോധ പരിചരണം, തുടർ ചികിത്സാ സൗകര്യങ്ങൾ എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തി രോഗികൾക്ക് സമയബന്ധിതമായ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷാർക്കോട്ട് ഫുട്ടിന്റെ ഗുരുതരാവസ്ഥ തടയുന്നതിനും കാൽ മുറിച്ചു മാറ്റുന്നതടക്കമുള്ള സങ്കീർണാവസ്ഥ ഒഴിവാക്കുന്നതിനും മുൻകൂട്ടിയുള്ള രോഗനിർണയത്തിന്റെയും കൃത്യമായ ചികിത്സയുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് ഗ്രൂപ്പ് CEO അഭിഷേക് പൊഡൂരി പറഞ്ഞു. VPS ലേക്ക് ഷോർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുർദാറാം ബിഷ്ണോയ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ മാനേജർ T അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.